നമസ്കാരം. എന്തുകൊണ്ട് ഗണഗീതം എന്നതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. കുറേ നാളുകളായി നമ്മളുടെ സമൂഹത്തിൽ ഗണഗീതങ്ങൾ അങ്ങനെ വാർത്താ പ്രാധാന്യം നേടി തുടങ്ങിയിട്ട്, അമ്പലങ്ങളിൽ പാടാൻ പാടില്ല, ട്രെയിനിൽ പാടിയ കുട്ടികൾക്കെതിരെ കേസെടുക്കുക, സ്കൂളുകളിൽ ഗണഗീതം പാടരുത്, അങ്ങനെ ഒരുപാട് നിബന്ധനകൾ വയ്ക്കുന്നുണ്ട് കുറേ അധികം ആളുകൾക്ക് അതൊരു പേടി സ്വപ്നമായി മാറുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന അവസ്ഥയിലാണ് ഗണഗീതങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഗണഗീതങ്ങൾ ഇത്രമാത്രം ഭയപ്പെടുന്നത് കേരളത്തിലുള്ളവർ? അല്ലെങ്കിൽ ചില രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും അനുയായികളും ഗണഗീതങ്ങളെ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഗണഗീതം എന്ന് പറയുമ്പോൾ അതൊരു കൂട്ടായ സമൂഹമായിട്ടുള്ള ഒരു പാട്ട് എന്നതിൽ കവിഞ്ഞ് വേറൊരർത്ഥവുമില്ല. അപ്പോൾ ആ സമൂഹം ഒന്നിച്ചു ചേർന്നുള്ള പാട്ടിന് എന്താണ് കുഴപ്പം? അതധികവും ദേശഭക്തി ഗാനങ്ങളാവും. ആ ദേശഭക്തി ഗാനങ്ങൾ എല്ലാവരും ചൊല്ലിയാൽ എന്താ കുഴപ്പമുണ്ട്. ദേശഭക്തി ഗാനങ്ങൾ ഉണ്ടാകുമ്പോൾ അവൻ്റെ ആത്മാഭിമാനം വളരുന്നു, അവന് രാജ്യത്തോടുള്ള കൂറ് വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ രാജ്യത്തിൽ അവന് അഭിമാനം കൊള്ളുന്നു, രാജ്യത്തിൻ്റെ വളർച്ചയിൽ അവന് അഭിമാനം കൊള്ളുന്നു, രാജ്യത്തെ കൊള്ളയടിക്കാൻ ആരെയും സമ്മതിക്കരുത് എന്ന് അവൻ്റെ മനസ്സിലൊരു വികാരം രൂപപ്പെടുന്നു. അത് തീർച്ചയായും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ കഞ്ഞി കുടി മുട്ടിക്കുന്ന ഒരു സംവിധാനമാണ്. അഴിമതിക്കെതിരെ അവന് പോരാടണമെന്നുള്ള തോന്നലുണ്ടാകാൻ ഈ ദേശഭക്തി ഗാനങ്ങൾ സഹായിക്കും. അത് ചെറുപ്പത്തിലെ പാടി തുടങ്ങിയാൽ അവൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ധാർമ്മികമായും സത്യസന്ധമായും അവന് നീങ്ങേണ്ടി വരും. അവൻ അങ്ങനെ ആയിത്തീരും. അത് ഒരിക്കലും നമ്മുടെ കേരളത്തെ പോലുള്ള ഒരു സമൂഹം സമ്മതിക്കാനിടയില്ല, അല്ലെങ്കിൽ സമ്മതിക്കാൻ പറ്റില്ല അവർക്ക്. കാരണം അഴിമതികൾ കൊണ്ട് രാഷ്ട്രീയക്കാരൻ്റെ പോക്കറ്റ് വീർപ്പിക്കുന്ന ഒരു സംവിധാനമുള്ള, ഏറ്റവും ശക്തമായ സംവിധാനമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഒരു പണിയും ചെയ്യാത്തവൻ രാഷ്ട്രീയക്കാരനായി സാമ്പത്തികമായി വളരെ ഉന്നതിയിലെത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അവൻ ഒരിക്കൽ പോലും ധാർമ്മികമായി അവൻ്റെ അവകാശങ്ങൾ, അല്ലെങ്കിൽ ധാർമ്മികമായി അവൻ രൂപപ്പെട്ടു വരുന്നത് എങ്ങനെയാണെന്നോ ഉള്ളതിനെക്കുറിച്ച് ആലോചിക്കാറില്ല. ഒരു സമൂഹത്തിൽ അവൻ എന്താണ് പ്രസക്തി എന്ന് അവൻ ഒരിക്കലും ആലോചിച്ചിട്ടില്ല. അവൻ അവിടെ നേതാവാണ്. ആ നേതാവിന് ചില അവകാശങ്ങളുണ്ട്. അത് നിങ്ങളെ കൊള്ളയടിക്കാനുള്ള അവകാശമാണ്. ആ അവകാശത്തിലാണ് ഈ ഗണഗീതങ്ങൾ കൈവയ്ക്കുന്നത്. ഗണഗീതങ്ങൾ പാടി എല്ലാവരും ദേശഭക്തിയുള്ളവരായി തീർന്നാൽ എന്തു ചെയ്യും? ഒരുത്തനും ഇവിടെ കക്കാനാവുകയില്ല. അവൻ ചോദ്യങ്ങൾ ചോദിക്കും, അല്ലെങ്കിൽ അവനെ മുട്ടുകുത്തിക്കാൻ നോക്കും. ചെറുപ്പത്തിലെ കുട്ടികൾ ഗണഗീതങ്ങൾ പാടി പഠിക്കാതിരിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കേരളത്തിലെ കുട്ടികളെ ഗണഗീതങ്ങൾ പാടിക്കരുത് എന്ന് ഇവിടുത്തെ CPM-കാരനോ കോൺഗ്രസ്സുകാരനോ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവൻ അഴിമതി നടത്തി അവനെ മറ്റുള്ളവൻ്റെ കാശുകൊണ്ട് ജീവിക്കാനുള്ള അവകാശത്തെ അവർ ചോദ്യം ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ്. ഗണഗീതങ്ങൾക്ക് അങ്ങനെ ചില കുഴപ്പങ്ങളുണ്ട്. ഗണഗീതങ്ങൾ ആത്മാർത്ഥമായി ചൊല്ലുന്ന ഓരോരുത്തൻ്റെയും മനസ്സിൽ ഉണ്ടായി വരുന്ന ആ ആത്മാഭിമാനം, അത് അവനെ കൊണ്ട് ചെയ്യിക്കുന്ന പ്രവൃത്തികൾ ഒരുപാട് വിശാലമായ രാജ്യസ്നേഹം തുളുമ്പുന്ന പ്രവൃത്തികളായിരിക്കും. ആ പ്രവൃത്തികളിൽ ചെയ്യുന്നത് ഇന്നത്തെ രാഷ്ട്രീയക്കാർക്ക്, ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ചേരുന്നതാവില്ല. അവരുടെ അഴിമതിയോ കട്ടെടുപ്പോ കള്ളത്തരങ്ങളോ ഒരിക്കലും ഈ ആത്മാഭിമാനമുള്ള, ഒരു ദേശാഭിമാനമുള്ള ഒരുത്തനും സമ്മതിച്ചു കൊടുക്കില്ല എന്നവർക്കറിയാം. അതുകൊണ്ടാണ് അത് നിരോധിക്കണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് ചൊല്ലുന്ന കുട്ടികൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് പറയുന്നത്. ഈ രാജ്യത്ത് ഒരുത്തനും അത് ചെല്ലരുത് എന്നവർ വിചാരിക്കുന്നു. കാരണം അതിൽ കുറേ യാഥാർത്ഥ്യങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട്. അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരെ, കൊള്ളക്കാരായ രാഷ്ട്രീയ നേതാക്കളെ അടിച്ചു പുറത്താക്കണമെന്നുള്ള തോന്നൽ ഈ ഓരോ കുട്ടിയുടെ മനസ്സിലും ഉണ്ടാവാൻ, ആത്മാഭിമാനം ഉണ്ടാക്കാൻ ഈ ഗണഗീതങ്ങൾക്ക് കഴിയും. അതുകൊണ്ടാണ് ഗണഗീതങ്ങളെ എല്ലാവരും ഇങ്ങനെ അവജ്ഞയോടെ നോക്കുന്നത്, അല്ലെങ്കിൽ വെറുപ്പോടെ കാണുന്നത്, അല്ലെങ്കിൽ ഭയത്തോടെ കാണുന്നത് കേരളത്തിലെ രാഷ്ട്രീയക്കാർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത്രയേ ഉള്ളൂ. താങ്ക് യു. വീണ്ടും കാണാം.